ഇന്നത്തെ ഈ വീഡിയോ കേരളത്തിലെ അല്ലെങ്കിൽ നിലവിലെ ഭരണകൂടം അല്ലെങ്കിൽ UDF മന്ത്രിസഭയുടെ മുൻപാകെ കുറച്ച് കാര്യങ്ങൾ ഒരു പ്രതിഷേധ രീതിയിൽ പങ്കുവയ്ക്കുകയാണ്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇടതു ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കെടുകാര്യസ്ഥത, അഴിമതി, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സാമാന്യ പെരുമാറ്റത്തിലൊക്കെ ഏകദേശം നല്ലൊരു വിഭാഗം ജനങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDFന് വോട്ട് കൊടുത്തുകൊണ്ടാണ് വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അനവധി ഭരണവുമായി ബന്ധപ്പെട്ടുള്ള അനവധി നിരീക്ഷണങ്ങളും ദീർഘവീക്ഷണങ്ങളും ഒക്കെ VD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ കേരളത്തോട് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. നവയുഗം അല്ലെങ്കിൽ ഒരു പുതുയുഗ പിറവിയാണ് കോൺഗ്രസ് വരുമ്പോൾ എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടുന്ന മുന്നണി രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത്. ഏറെക്കുറെ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ദലിത് വിഭാഗത്തിൽ നിന്ന് ഏകദേശം നല്ലൊരു ശതമാനം വോട്ടും, അതില് സംഘടനകൾ, ജാതി സംഘടനകളുണ്ട്, ദലിത് സംഘടനകളുണ്ട്, ഇവരെല്ലാം തന്നെ ഒരുമിച്ച് ഒരു ഐക്യകണ്ഠേന UDFനൊപ്പം നിന്ന് തന്നെയാണ് അധികാരത്തിലെത്തിയത്. അപ്പോൾ നമ്മൾ അതിന്റെയൊക്കെ ഒരു പ്രതിഫലനം മന്ത്രിമാരുടെ എണ്ണത്തിലൊക്കെ നമ്മൾ കണ്ടു. SC വിഭാഗത്തിൽ നിന്ന് 2 മന്ത്രിമാരെ തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നിരീക്ഷണത്തിലാണ്, പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുകയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു കാര്യം നിലനിൽക്കെ തന്നെയാണ് മന്ത്രിമാരുടെ ഓഫീസിലും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിലും ദലിത് സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇല്ല എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, UDF മുന്നണിയുടെ മുൻപാകെ നിൽക്കുന്ന ഓരോ വ്യക്തികളോടും നീൽ TVയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നതെന്നും അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിന് എത്രമാത്രം വിലയാണ് നിങ്ങൾ നൽകുന്നതെന്നും കേരളത്തോട് നിങ്ങൾ ബോധ്യമാകണം. കാരണം ഓഫീസുകളിൽ, ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിൽ ഒക്കെ തന്നെ അവരുടെയൊക്കെ നിരീക്ഷണവും പഠനവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കേരളത്തിലെ ദലിത് ആദിവാസി വിഭാഗങ്ങൾക്കൊക്കെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചതെന്ന് അറിയാമല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ദലിത് സമൂഹത്തെയും സ്ത്രീ സമൂഹത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് പഴയ പിണറായി സർക്കാർ എങ്ങനെയാണോ മന്ത്രിസഭ രൂപീകരിച്ചത് അതിന്റെ ഏകദേശം ഒരു രൂപം തന്നെയാണ് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്? അത് ദലിത് ആദിവാസി സമൂഹത്തെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നതിൽ അവർ യോഗ്യതയില്ലെന്നാണ് പറയുന്നത്? അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവർക്കും അവരുടേതായിട്ടുള്ള കഴിവില്ലെന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ രായ്ക്ക് രാമായണം പറയുന്നുണ്ട്, ഇടതുപക്ഷം പോലെയല്ല ഞങ്ങൾ തീർത്തും ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിനൊപ്പമാണെന്നാണ് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അതുകൊണ്ട് തന്നെ പുതുതായി ഇപ്പോ ഭരണത്തിൽ കയറി ഏകദേശം ഒരു മാസം പോലും ആവുന്നില്ല, ഒരു 10-20 ദിവസമേ ആകുന്നുള്ളൂ. അപ്പോ പുതുതായി ഒരു യോഗം വിളിച്ചു കൂട്ടി കൃത്യമായി, അത് ദലിത് ആദിവാസി എന്ന് പറയുമ്പോൾ അങ്ങനെ മാത്രമല്ല, ഇത് പിന്നോക്കം നിൽക്കുന്ന ഓരോ വിഭാഗത്തിൽ നിന്നും, ഈ പറയുന്ന EWS വിഭാഗത്തിൽ നിന്ന് പോലും നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ കേവലം ജാതി സംവരണം മാത്രമല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടാവണം, ദലിത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുണ്ടാവണം, EWS സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾ ആരൊക്കെയാണോ അവരിൽ നിന്നുണ്ടാകണം. ഇത് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും സത്യസന്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.